സ്വീകരിക്കുന്നതിനായി ആദരണീയനായ മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു. Thank you, sir. We cordially request the Bar Association President, Advocate K.A. Sachivan, to present the memento to the Honorable Mr. Justice Nithin Jamdar, the Chief Justice, High Court of Kerala. Cordially request the District Court Judge to present the memento to Honorable Mr. Justice Nithin Jamdar. ഈ മനോഹര കെട്ടിടം സമയബന്ധിതമായി നിർവഹണം ചെയ്ത നിർമ്മാൺ കൺസ്ട്രക്ഷൻസിൻ്റെ AM മുഹമ്മദ് അലിക്ക് ഉപഹാര സമർപ്പണം നടത്താൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ശ്രീമൻ മുഹമ്മദ് അലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിപാടി തുടരുകയാണ്. ബാർ അസോസിയേഷൻ ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മുഹമ്മദ് മുഖ്താജ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. ശ്രീ Inauguration ഇവിടെ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനിൽ ഇന്ന് നിർവഹിച്ച 2 ഹാളുകളുണ്ട്. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായ സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും ആദരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ MK ദാമോദരൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായ MK ദാമോദരൻ്റെ പേരിലുള്ള ബാർ അസോസിയേഷൻ ലൈബ്രറി, ബാർ അസോസിയേഷൻ ഹാൾ, ഞാൻ ഏറ്റവും സ്നേഹിച്ചും ദൂരെ നിന്ന് നോക്കി നിന്ന MP ഗോവിന്ദൻ നമ്പ്യാരുടെ പേരുള്ള ബാർ അസോസിയേഷൻ ലൈബ്രറി ഹാൾ. ഈ ഹാളുകൾ ഉദ്ഘാടനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുള്ള കാരണം അത് ചരിത്രത്തിൻ്റെ ഭാഗമായി എനിക്കുമാണ്. ഈ കെട്ടിടം ഒരു ചരിത്രത്തിൻ്റെ പ്രതീകം മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകം കൂടിയാണ്. 200 വർഷത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ ഓരോ വ്യക്തിത്വവും അത് ഓർക്കേണ്ടതാണ്. ഇവിടെ സൃഷ്ടിച്ച അഭിഭാഷകരും ന്യായാധിപന്മാരുമൊക്കെ അതിൻ്റെ പ്രതിനിധികളാണ്. എനിക്കിവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, എന്തുകൊണ്ട് 1976 അന്ന് കെട്ടിടം പണിയുമ്പോൾ ഇവിടെ പണിയാൻ തീരുമാനമെടുത്തില്ല. ഏറ്റവും ദുഃഖകരമാണ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ മുൻപിൽ നമ്മൾ അതിനോട് അനക്സ് ചേർത്ത് അതിൻ്റെ രൂപഭംഗി മുഴുവൻ നശിപ്പിച്ച രീതിയിൽ പഴയ കെട്ടിടം പണിതത്. 76 12 ലക്ഷം രൂപ ചിലവാക്കി പണിതപ്പോൾ നമ്മളത് ചിന്തിച്ചില്ല. ഇന്ന് ഒരുപക്ഷെ ഇതിനെ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിന് തീരുമാനമെടുത്തുള്ള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ ഉചിതമായ തീരുമാനമാണ് ഈ സ്ഥലം ചെയ്തത്. അവർ തീർച്ചയായും അതിനെ അഭിനന്ദനം അറിയിക്കുന്നു. നമ്മളെ ഇന്ന് ഞങ്ങൾക്ക് ഈ പരിപാടി 11 മണിക്ക് തന്നെ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. പുതിയ കെട്ടിടത്തിൽ നമ്മൾ കോടതികൾ സജ്ജീകരിക്കുമ്പോൾ തീർച്ചയായും ഇവിടെ സ്ഥലപരിമിതികൾക്ക് ഉള്ള പ്രശ്നങ്ങൾ കരുതി നിർത്തുകയാണ്. KITക്ക് സ്ഥലമുണ്ടാകും. അതുപോലെ തന്നെയാണ് കേരളത്തിലുടനീളം സ്ഥാപിക്കുന്ന കേരള ഹൈക്കോടതി ആർബിട്രേഷൻ സെൻ്ററിനും ഇവിടെ
ഇപ്പോൾ കേരള ഹൈക്കോടതി കീഴിൽ തന്നെ ആർബിട്രേഷൻ സ്ഥാപിച്ചിരിക്കുന്നു. ഗവൺമെൻറ് തീരുമാനങ്ങൾ പരിശോധിക്കണം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചെലവുമില്ലാതെ ആർബിട്രേഷൻ തർക്കങ്ങൾ, പ്രത്യേകിച്ച് PW കോൺട്രാക്ട് മറ്റുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സെൻറ്ററാണ് കേരള ഹൈക്കോടതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വളരെ അടുത്ത് തന്നെ അത് ഫംഗ്ഷൻ തുടങ്ങുകയാണ്. അപ്പം അതിനുള്ള സ്ഥലം എല്ലാ ജില്ലയിലും ഉണ്ടാവും. അതിനുള്ള സ്ഥലം എവിടെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിൻ്റെ ഭാഗമാക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. ഉദ്ഘാടനം ചെയ്തതിനായി മുഹമ്മദ് മുസ്താഖ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. നന്ദി സർ. ജുഡീഷ്യൽ ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം നിർവഹിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ അവർകളാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുക. keynote address ചെയ്യുന്നതിനായി Honorable Mr. Justice T.R. Ravi, Judge, High Court of Kerala and Portfolio Judge, Thalassery District Court, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. President of today's function, Sri A.N. Shamsi, the Honorable Speaker, Kerala Legislative Assembly, the Honorable Ministers, Member of Parliament, my brother judges, the esteemed members on and off the dais, and ladies and gentlemen who are gathered here. A new district court complex for the judicial district of Thalassery has become a reality. Foundation stone was laid by the Honorable Chief Minister on 16/10/2020. The function was presided over by Justice AK Jayashankar Nambiar, who was the then portfolio judge of the district. The construction has been completed, and it is a delightful coincidence that our Chief Minister Sri Pinarayi Vijayan is here to inaugurate the court complex also. My presence here is in my capacity as the present portfolio judge for the district. I should confess that I did not have much role in the construction of this building. I bow with reference to all those persons who made this happen. This building, standing tall and facing the Arabian Sea, would continue to be a hallmark of the city for years to come. The cost of the project, as already indicated, has reached almost 60 crores. Now, this wonderful building with its infrastructure will have meaning only if the effort translates into benefits for the litigants and other stakeholders. The judiciary, the executive and the advocates should ensure that. The executive has done its part to a great extent. At present, we have state-of-art facilities which can be enhanced as and when the need arises and the technology develops. It's true we cannot house the entire courts in the district judiciary in this complex. The proposal was to accommodate 10 courts out of the 15 courts functioning in the Thalassery Court Centre. The principal district court with all its heritage will remain where it was. For a little history, from a go-down of the East India Company, we have come a long way. I understand that Sangam literature makes references to Thalassery and its cultural richness, in particular to Theyyam and Kalaripayat.
The British came in 1683 and slowly started penetrating the social life of Thalassery. The justice delivery system at Thalassery started way back in 1793, after Thalassery became the headquarters of the northern division of the Malabar province under the Madras Presidency. In 1802, the Zilla Court was established, and this district court still continues at Thalassery as the principal seat of headquarters of the judiciary for Kannur district. In 1843, the Zilla Court came to be manned by the civil and sessions judge of the Zilla. In 1861, the Indian subcontinent acceded to the British Crown, and the Indian High Courts Act was passed, establishing the high courts in the three presidency towns of Calcutta, Bombay and Madras. Thalassery can possibly boast that its district court came much before the High Court of Madras. Later, in 1873, Thalassery became the headquarters of district judges. A good 150 years have gone by. The social structure has undergone whole changes. With that, the law has also developed. People have become more aware of their rights, and the expectation from the judiciary has also reached newer heights. The Thalassery Bar Association is one of the oldest bar associations in the country. This bar has produced several jurists, the prominent of them being Justice V.R. Krishnaiyer, who went on to become a judge of the Honorable Supreme Court, a minister in the Kerala government, and earned acclaim globally for judicial activism. There have been many others who have become judges of the High Court. I take this opportunity to correct a mistake which had happened on the previous occasion when I had shared the dais with the Honorable Chief Minister at Kannur. At that point, I had mentioned about the eminent jurists who were born in Kannur. Since Justice Krishnaiyer was not born in Kannur, I had omitted to mention him. After my speech, the Chief Minister just pointed to me to this mistake. He said that maybe he was not born here, but ultimately he was a child of Thalassery Bar. So you could have mentioned him. I take this opportunity to correct that mistake. I have mentioned the history of the judiciary in this district and the stalwarts of the profession only as a gentle reminder to the new entrants of the profession of the heritage and the legacy left behind. I am sure the members of the bar will rise up to the traditions of the bar and utilize these added facilities to their fullest, and in turn serve the litigant public with more efficiency. I formally declare the IT Training Center as open, wishing all the very best to the functioning of the judiciary in the new seat. Jai Hind. Honorable Mr. Justice T.R. Ravu, IT Training College ഉദ്ഘാടനം നിർവഹിക്കുന്നു. ജഡ്ജസ് ലൈബ്രറി ഉദ്ഘാടനം നിർവഹിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് അവர்களാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കട്ടെ.